ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 22 വ്യാഴാഴ്ചയാണ്. തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസം ഇന്ത്യൻ വിപണികൾ ഇടിയുകയുണ്ടായി. ഇന്നലെ നിഫ്റ്റി വലിയ തോതിൽ ഇടിയാനുള്ള കാരണമായി മാറിയത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. കൂടാതെ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത കൂടി ഇന്നലെ രാത്രി നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ബലപ്രയോഗം നടത്തില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് വിപണികൾ ഇന്നലെ ഉയരുകയുണ്ടായി. യുഎസിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം 1% മുകളിൽ ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയും നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തരാനാണ് സാധ്യതയുള്ളത്. ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു എഡ്യൂക്കേഷണൽ വ്യൂ എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട്. ഇന്നലെയും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം തന്നെയാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാവരും ആ കാര്യങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് പോവുക. ഇവിടെ നമ്മൾ ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകാറുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. എല്ലാവരും വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. വിപണി ഇപ്പോൾ വലിയ സെല്ലിംഗ് പ്രഷറിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സെല്ലിംഗ് പ്രഷറിന്റെ തോത് എത്ര കൂടുതലാണ് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എടുത്ത ഷോർട്ട് പൊസിഷനുകൾ ഒരു വർഷത്തെ ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നു. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള സെല്ലിംഗ് മോഡിൽ തന്നെയാണ് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. NSE ഡാറ്റ പ്രകാരം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ നെറ്റ് ഷോർട്ട് പൊസിഷനുകൾ ഇപ്പോൾ 2 ലക്ഷം കോൺട്രാക്റ്റുകൾ കടന്നു. 2026 ആരംഭിച്ചതിന് ശേഷം 40% വർധനവാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 100%-അധികം ഉയർച്ചയാണ് ഈ ഷോർട്ട് പൊസിഷനുകളിൽ ഇപ്പോൾ FPIs വരുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ മൊത്തം പൊസിഷനുകളിൽ ഏകദേശം 90%-വും ഷോർട്ട് പൊസിഷനുകൾ തന്നെയാണ്. സാധാരണയായി 90%-ഒക്കെ ഷോർട്ട് പൊസിഷനുകൾ കടന്നാൽ മാർക്കറ്റ് ഒരു ഓവർ സോൾഡ് സോണിലാണ് എന്നാണ് അനലിസ്റ്റുകൾ പറയാറുള്ളത്. അതിനാൽ ടെക്നിക്കലി ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. കൂടാതെ ഇന്നലെ ഇന്ത്യ വിക്സ് 8%-ലധികം ഉയരുകയുണ്ടായി. അതായത് വൊളറ്റാലിറ്റി ഹൈ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് തന്നെയാണ് ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ്, PSU ബാങ്കുകൾ, ഫിനാൻഷ്യൽ സർവീസുകൾ, ക്യാപിറ്റൽ ഗുഡ്സ് എന്നീ സെക്ടറുകളാണ് കൂടുതൽ നഷ്ടം നേരിട്ട സെക്ടറുകളായിട്ട് കാണാൻ കഴിയുന്നത്. മറ്റൊരു അലേർട്ട് കൂടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത് ഡോളറിനെതിരെ രൂപ റെക്കോർഡ് താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 91.70 എന്ന നിലയിലാണ്. ഏതായാലും ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ വലിയ വൊളറ്റാലിറ്റിക്ക് സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കോഷ്യസോടെ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ മീഡിയം ടേമിലേക്ക് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് തുടരാനുള്ള സാധ്യതകളാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ബഡ്ജറ്റ് 2026-27 അടുത്തതോടെ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ സർക്കാരിനോട് പ്രധാനപ്പെട്ട ചില നികുതി ഇളവുകൾ ആവശ്യപ്പെടുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളായി പറയുന്നത് ഇൻഷുറൻസ് കവറേജ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, റിട്ടയർമെന്റ് പ്ലാനും ദീർഘകാല സേവിങ്സും പ്രോത്സാഹിപ്പിക്കുക. പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്നത് ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് ടാക്സ് എക്സംഷൻ ലിമിറ്റ് കൂട്ടുക. ഇപ്പോൾ സെക്ഷൻ 80C പ്രകാരം പരമാവധി 1.5 ലക്ഷം രൂപ മാത്രമാണ് ടാക്സ് എക്സംഷനായി വരുന്നത്. അത് 3.5 ലക്ഷം വരെ ആക്കണം എന്നാണ് ആവശ്യമായി അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ 80Cയിൽ PPF, NPS, ELSS ഇൻഷുറൻസ്, പെൻഷൻ പ്ലാനുകൾ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അതിനാൽ ഇൻഷുറൻസിന് വേണ്ടത്ര പ്രോത്സാഹനം കിട്ടുന്നില്ല. ഹെൽത്ത് ഇൻഷുറൻസിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് മെഡിക്കൽ ഇൻഫ്ലേഷൻ 11.5 മുതൽ 14% വരെ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പുകൾ, OPD ചെലവുകൾ ഇവയ്ക്കായി സെക്ഷൻ 80Dക്ക് പുറമെ പ്രത്യേകമായി ഉയർന്നതുമായ ടാക്സ് ഇളവുകൾ വേണമെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നു. ഇനി ഒരു ഗ്ലോബൽ ന്യൂസിലേക്കാണ്. ഇന്നലെ US വിപണികളെല്ലാം 1%-ലധികം ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയുണ്ടായി. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപ് കടുപ്പം തുടരുകയാണ്. ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡിനെ കുറിച്ച് ഉടൻ ചർച്ചകൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്പിന്റെ പ്രതികരണം അനുസരിച്ച് നാറ്റോയുമായുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത വിലയിരുത്തും എന്നും ട്രംപ് സൂചന നൽകി.
ഇന്നലെ പോസിറ്റീവായി മാറിയ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ സൈനിക ശക്തി ഉപയോഗിക്കില്ലെന്ന് ട്രംപ് വ്യക്തമായി പറയുകയുണ്ടായി. ഇതാണ് ഇന്നലെ US മാർക്കറ്റുകൾ അടക്കം നല്ല പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. ഏതായാലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ വിപണിക്കും ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. ഇനി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റ് കാണാം. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ നമ്മൾ പറഞ്ഞതുപോലെ നല്ല ശക്തമായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്പീച്ചിന് ശേഷം ഗ്രീൻലാൻഡുമായി ഒരു കരാറിലെത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നതോടെ US വിപണിയിൽ ഉണ്ടായിരുന്ന ആ ഒരു അനിശ്ചിതത്വവും ഭയവും ഇതോടെ ഒഴിവായിരിക്കുന്നു. ഇതുകൊണ്ടാണ് പ്രധാനപ്പെട്ട US വിപണികളെല്ലാം 2 മാസത്തിനിടയിലെ ഏറ്റവും മികച്ച ഒരു സിംഗിൾ ഡേ നേട്ടം ഇന്നലെ ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടെക് സൈഡിൽ ഇൻഫോസിസ് 0.55% ഉയർന്നു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.68% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.66% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ് ഇന്നലെ നല്ല നേട്ടമുണ്ടാക്കിയത്, 2.5% ഉയർന്നു. ഇനി യൂറോപ്യൻ വിപണികൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ വിപണിയിലേക്ക് വന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക ഏഷ്യൻ വിപണികളും പോസിറ്റീവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സൗത്ത് കൊറിയയുടെ കോസ്പി മാർക്കറ്റ് 5000 എന്ന മാർക്ക് റീച്ച് ചെയ്തിരിക്കുന്നു. പുതിയ ഓൾ ടൈം ഹൈ കൂടിയാണിത്. ഇനി ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.14% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 1.29% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,318 എന്ന നിലയിൽ 142 പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്ന് 170 മുതൽ 180 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇനി ഗോൾഡ് പ്രൈസുകളിലേക്ക്. ഇന്നലെ വലിയ നേട്ടത്തിൽ തന്നെയായിരുന്നു ഗോൾഡ് പ്രൈസുകൾ ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന സ്പോട്ട് ഗോൾഡ് 1%-ലധികം നഷ്ടത്തിലാണ്. അതായത് ഇന്ന് ഗോൾഡ് പ്രൈസുകളുടെ വില ഇടിയാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,15,320 എന്ന പുതിയ ഓൾ ടൈം ഹൈ ലെവൽ ഹിറ്റ് ചെയ്തിരുന്നു. ബിറ്റ് കോയിനിലേക്ക് വന്നാൽ ചെറിയ നേട്ടത്തിലാണ്. 0.5% നേട്ടത്തിൽ $90,000 ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് കൊടുക്കാറുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപയ്ക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഇനി ബിഗിനേഴ്സിനായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. AI പ്രോംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ പുതിയ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനി റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഇന്ത്യൻ ബാങ്ക്, DLF, ബന്ധൻ ബാങ്ക്, ആദിത്യ ബിർള സൺ ലൈഫ്, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ടോട്ടൽ ഗ്യാസ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ്, കോഫോർജ്, സിയൻറ്റ്, IIFL ഫിനാൻസ്, എംഫസിസ്, പ്രീമിയർ എനർജീസ്, റാഡിക്കോ കെയ്ത്താൻ, സിൻജൈൻ ഇൻ്റർനാഷണൽ, തൻല പ്ലാറ്റ്ഫോം, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, വിമാർട്ട് റീറ്റെയിൽ, സി എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ കമ്പനികളാണ്. ഇനി റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ നോക്കാം. ആദ്യം ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്. നെറ്റ് പ്രോഫിറ്റിൽ 14.4% ഇടിവാണ് വന്നിരിക്കുന്നത്. 1,209.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.4% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 8,726.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഇന്നലെ US ADRൽ 2.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റോക്ക് എറ്റേണലാണ്. നെറ്റ് പ്രോഫിറ്റിൽ നല്ലൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. 72.9% ഉയർന്നു. 102 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 202% വർധനവ് രേഖപ്പെടുത്തി. 16,315 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തിട്ടില്ല, മിസ് ചെയ്യുകയാണ് ഉണ്ടായത്. റവന്യൂ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുകയുണ്ടായി. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംഭവിച്ചത് ദീപേന്ദർ ഗോയൽ
ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നു. ബോർഡ് അദ്ദേഹത്തെ വൈസ് ചെയർമാനായും ഡയറക്ടറായും നിയമിക്കുകയുണ്ടായി. അടുത്ത ജിൻഡാൽ സ്റ്റെയിൻലെസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 26.6% വർധനവ് രേഖപ്പെടുത്തി 828.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.2% വർധനവ് വന്നു. 10,517.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. അടുത്ത ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 7.5% വർധനവ് വന്നു. 2,704.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 6.4% വർധനവ് രേഖപ്പെടുത്തി. പ്രൊവിഷൻസ് 89.6% വളരെ വലിയൊരു വർധനവും കണ്ടു. അടുത്ത ബജാജ് കൺസ്യൂമർ കെയർ എന്ന സ്റ്റോക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 83.2% വളരെ ശക്തമായിട്ടുള്ള ഒരു വളർച്ചയാണ് കണ്ടത്. 46.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. റവന്യൂവിൽ 30.6% വർധനവ് വന്നു. 306 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് ബന്ധൻ ബാങ്ക്, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്ക്. 1,788 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത്. DIS ആവട്ടെ 4,521 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,157 75 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ഇന്നലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായി മാർക്ക് ചെയ്തിരുന്ന ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ തന്നെയാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതായത് 200 ഡേ EMA ഉള്ള ഒരു ലെവൽ കൂടിയാണത്. ആ ഒരു പ്രത്യേക ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും കൂടാതെ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു സോൺ കൂടിയാണിത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഈ നിഫ്റ്റിയിൽ ഇപ്പോൾ ഫോം ആയിരിക്കുന്നത് ഇന്നലത്തെ ഡെയിലി സ്കെയിലിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇതിൻ്റെ ഹൈയും ലോയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അപ്സൈഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത്തരത്തിലാണെങ്കിൽ ആദ്യം ഈ സപ്പോർട്ട് സോൺ വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഡൗൺ സൈഡിൽ ഈ ഒരു ലോയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് സോണാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,200ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,100ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,800ൽ 604 പോയിൻറ്റ്സ് അഥവാ 1% ഇടിവാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയത്. ഇന്നലെ നിഫ്റ്റി ഇത്ര അധികം ഇടിയാൻ കാരണമായത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ നമ്മൾ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെ ടച്ച് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു എം പാറ്റേണിന് സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ ഫോം ആയത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡൗൺ സൈഡിൽ നമ്മൾ പറഞ്ഞ ആ ഒരു 58,598 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കൂടുതൽ ഡൗൺ സൈഡ് പോസിബിലിറ്റീസ് ഉണ്ട്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,500ഉമാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.